അസ്സലാമു അലൈക്കും. 5ാം ക്ലാസ്സിലെ 2024 തജ്വീദ് ലിസാനുൽ ഖുർആൻ പേപ്പറാണ് ഇന്ന് നോക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ന്യൂസിലു ബിൽ മുനാസിബി. ബ്രാക്കറ്റിൽ ആൻസർ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് എടുത്ത് എഴുതാനാണ്. ബ്രാക്കറ്റിലുള്ളത് നോക്കാം. ഹംസത്തുൽ വസ്ൽ തഖ്നുതു ഖുർആൻ, ഹംസത്തുൽ ഖത്ത് യഖ്റഉ. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാ ദിവസവും നാം ഓതണം. എന്താ ഓതേണ്ടത്? ഖുർആൻ. കാനത്തിൽ ഉമ്മു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കാനത്തിൽ ഉമ്മു. അവിടെ ഉമ്മ സ്ത്രീയാണ്, അപ്പോൾ അതിൽ സ്ത്രീലിംഗം നോക്കണം നമ്മൾ. മുസന്ന അതേതാണ്? തഖ്നുതു. കാനത്തിൽ ഉമ്മു തഖ്നുതു. അടുത്തത് വഖ്ശൗനി എന്നതിലെ ഹംസ, അതിലേതാണ്? വഖ്ശൗനി, അതിലെ ഹംസ ഹംസത്തുൽ വസ്ൽ. അടുത്തത് ഇന്ന അബി, തീർച്ചയായും എൻ്റെ ഉപ്പ. ഉപ്പ എന്ന് പറയുമ്പോൾ പുരുഷനാണ് അല്ലേ? അപ്പോൾ യഖ്റഉ. അഞ്ചാമത്തത് ഇയ്യാക നഅ്ബുദു എന്നതിലെ ഹംസ. ഇയ്യാക്ക, അത് കൂട്ടി വായിച്ചാലും ഇയ്യാക്ക തന്നെയാണ്, അപ്പോൾ അതേതാണ്? ഹംസത്തുൽ ഖത്ത്. ഇനി അടുത്തത് നെളവ് അലാമാത്തി സഹീഹി അലാ മുനാസിബ്. ശരി ഇട്ട് കൊടുക്കാൻ. ജുനൈദും വ നബീലുൻ. ജുനൈദും നബീൽ എന്ന് പറയുമ്പോൾ രണ്ടാളുണ്ട്. തഖ്റുജു ഖറജ ഖറജ. അപ്പോൾ ഇതിലേതാ വരിക? രണ്ടാളാവുമ്പോൾ ഖറജ ഖറജ എന്നാണ് അല്ലേ? അപ്പോൾ ആൻസർ ഖറജ. രണ്ടാമത്തത് വഖഫ് ലാസിമിൻ്റെ അടയാളം. ഏതാണ്? ലാസിം മീമാണ്. മൂന്നാമത്തെ ജുമാനത്തും വ ലബീബത്തുൻ. ജുമാനയും ലബീബിയും രണ്ട് സ്ത്രീകളാണ്, രണ്ട് പെൺകുട്ടികളാണ്. അപ്പോൾ ഏതാ? ഖറഅത. ഇനി നാലാമത്തത് ലമ്മിനെ സൂചിപ്പിച്ച് ചുണ്ട് കൂട്ടൽ. ചുണ്ട് കൂട്ടുന്നതിന് എന്താ പറയുക? ഇഷ്മാം. അഞ്ചാമത്തത് യാ അയ്യുഹൽ ബനാത്തു. പെൺകുട്ടികളെ എന്ന് ചോദിക്കുന്നത്. ഹൽ ഏതാ വരിക? സൊല്ലൈതുന്ന. അടുത്തത് നക്തുബുൽ മുസന്ന വൽ ജംഉ വൽ മുഫ്രദുൽ മുതക്കല്ലിം. അതിൽ മുസന്നയും ജംഉം മുഫ്രദ് മുതക്കല്ലിമും എഴുതാം. അപ്പോൾ ദഹബ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദഹബ കൊടുത്താൽ ദഹബ ദഹബ ദഹബു. പിന്നെ മുഫ്രദ് മുതക്കല്ലിം ഏതാ വരിക? ദഹബത്തു. അടുത്തത് തൽ അബീന തൽ അബാനി തൽ അബ്ന. പിന്നെ മുഫ്രദ് മുതക്കല്ലിമ് അൽ അബു. ഇനി അടുത്ത് വഖഫിൻ്റെ അടയാളങ്ങൾ എഴുതാം. വഖഫുൽ ഔല, ഇത് പഠിക്കാൻ ഏറ്റവും എളുപ്പമാണ്. വഖഫിലെ